ഓപ്സ് ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ C++ന്റെ ഫസ്റ്റ് പാർട്ടും ആണ് നോക്കുന്നത്. ഓക്കെ ഓക്കെ ആദ്യം തന്നെ സി പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഓവർവ്യൂ ആണ്. നമ്മൾ സി പ്രോഗ്രാമിംഗ് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ നമുക്കൊരു എക്സ്റ്റെൻഡഡ് വേർഷൻ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഡെവലപ്ഡ് വേർഷൻ C++. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഓവർവ്യൂ ഒന്ന് നോക്കാം. സി പ്രോഗ്രാമിംഗ് പ്രൊസീജിയർ ഓറിയന്റഡ് ലാംഗ്വേജ് ആണ് അല്ലെ. പ്രൊസീജിയർ ഓറിയന്റഡ് അതല്ലെങ്കിൽ സ്ട്രക്ചറൽ ഓറിയന്റഡ് എന്ന് പറയാം. ഓക്കെ അതുപോലെ തന്നെ അത് ഫോളോ ചെയ്യുന്നത് ടോപ്പ് ഡൗൺ പ്രോഗ്രാമിംഗ് അപ്രോച്ച് ആണ്. നമ്മൾ നമ്മുടെ പ്രോബ്ലമിനെ ഒരു സീക്വൻസ് ഓഫ് ടാസ്ക് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ നമുക്ക് പെർഫോം ചെയ്യേണ്ട ഒരു സീക്വൻസ് ഓഫ് ടാസ്ക് ആയിട്ടാണ് നമ്മൾ പ്രോബ്ലമിനെ കാണുന്നത്. ഇപ്പോൾ ഒരു ടോപ്പ് ഡൗൺ പ്രോഗ്രാമിംഗ് അപ്രോച്ച് ആണ് സി പ്രോഗ്രാമിംഗ്. ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞു സി പ്രോഗ്രാമിംഗ് ഒരു പ്രോഗ്രാം കോഡ് സി പ്രോഗ്രാമിംഗിൽ എഴുതിയിട്ടുള്ള ഒരു കോഡിന് നമുക്ക് C++ൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ തിരിച്ച് CPP-യിൽ എഴുതിയത് നമുക്ക് സിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അതുപോലെ തന്നെ സി പ്രോഗ്രാമിംഗിൽ നമുക്ക് പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് ഓവർലോഡിങ്. നമ്മുടെ ഫംഗ്ഷൻ ഓവർലോഡിങ്ങും അതുപോലെ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും ഒന്നും സി പ്രോഗ്രാമിംഗിൽ പറ്റില്ല. ഓക്കെ അതുപോലെ തന്നെ ലോക്കൽ വേരിയബിൾസ് നമുക്ക് ആ ബ്ലോക്കിന്റെ തുടക്കത്തിൽ ഡിക്ലെയർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ സിയിൽ. ഓക്കെ അതിന്റെ തുടക്കത്തിൽ ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ സി പ്രോഗ്രാമിങ്ങിന്റെ. അതുപോലെ തന്നെ നമുക്ക് പ്രോഗ്രാംസ് ഈ പറഞ്ഞ പോലെ മറ്റേത് ഇതിൽ രണ്ടെണ്ണത്തിലും നമുക്ക് ജംപ് സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ തന്നെ സബ് റൂട്ടീൻ കോൾസ് ഒക്കെ വെച്ചിട്ട് പ്രോഗ്രാം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ സിയിലും CPP-ലും രണ്ടിലും ഉണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അല്ല സി അല്ലെ. അപ്പൊ പ്രൊസീജിയർ ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള പോളിമോർഫിസം, എൻകാപ്സുലേഷൻ അതുപോലെ ഇൻഹെറിറ്റൻസ് ഇതൊന്നും സിയിൽ പറ്റില്ല. ഓക്കെ അപ്പൊ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോബ്ലത്തിനെ ചെറിയ ചെറിയ മോഡ്യൂൾസ് ആക്കിയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ എന്നിട്ട് ഓരോ മോഡ്യൂളും ഒരു സബ് പ്രോഗ്രാം ആയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് CPP-യിൽ അതിന് പകരം നമുക്ക് ഒരുപാട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഓപ്സ് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ സിക്ക് അകത്ത് അങ്ങനെ പറ്റില്ല. പോളിമോർഫിസം, എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ് ഒന്നും പറ്റില്ല. ഓക്കെ അതുപോലെ തന്നെ ഡേറ്റ അബ്സ്ട്രാക്ഷൻ പ്രോപ്പർട്ടി സപ്പോർട്ട് ചെയ്യില്ല പ്രൊസീജിയർ ഓറിയന്റഡിൽ. ഓക്കെ അപ്പം ഡേറ്റ ഇൻ പ്രൊസീജിയർ ഓറിയന്റഡ് ലാംഗ്വേജ് ഇസ് ഓപ്പൺ ആൻഡ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ എനി ഫംഗ്ഷൻ. ഏതൊരു ഫംഗ്ഷനും ഡേറ്റ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ അബ്സ്ട്രാക്ട് ചെയ്ത് വയ്ക്കുക. അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഡേറ്റ ഹൈഡിങ് അല്ലെ. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി ഒന്നും നമുക്ക് സി പ്രോഗ്രാമിങ്ങിനകത്ത് വരുന്നില്ല. ഓക്കെ ഇത്രയുമാണ് സിയിൽ. ഇനി നമുക്ക് C++ൽ വരുമ്പം ഇതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്. ഓക്കെ ഇനി ഓവർവ്യൂ ഓഫ് C++ ലാംഗ്വേജ് CPP. അപ്പോൾ CPP നമ്മൾ പറഞ്ഞു സി പ്രോഗ്രാമിങ്ങിന്റെ ഒരു ഇൻക്രിമെന്റൽ വേർഷൻ ആണ് എന്നുള്ളത്. അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് പുതിയ ഫീച്ചേഴ്സ്, കാരണം അത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. പ്രൊസീജിയറൽ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യും, പക്ഷേ എന്നാൽ അത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൂടിയിട്ടാണ്. സോ രണ്ടും ബോത്ത് സ്ട്രക്ചറൽ ഓറിയന്റഡ് അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് രണ്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ ഇനി C++ന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .cpp ആണ്. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഫങ്ഷണൽ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും രണ്ടും പോസിബിൾ ആണ്. അതുപോലെ നമുക്ക് വേരിയബിൾസ് ആവശ്യമുള്ള സമയത്ത് ഇൻലൈൻ ഡിക്ലറേഷൻ പറ്റും. ഓക്കെ നമുക്ക് സിയിലാണെങ്കിൽ മുൻപേ തന്നെ നമുക്ക് ഡിക്ലെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ ഇടയിൽ വെച്ചുള്ള ഡിക്ലറേഷൻ ഒന്നും പറ്റില്ല. ഇത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ അതുപോലെ തന്നെ C++ൽ കൂടുതൽ പ്രിഫറൻസ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിൽ ഡേറ്റയ്ക്കാണ്, പ്രൊസീജിയേഴ്സിനെക്കാളും. ഓക്കെ പിന്നെ നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫീച്ചേഴ്സ് ആണ്. പോളിമോർഫിസം, എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ് അതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ അബ്സ്ട്രാക്ഷൻ പ്രോപ്പർട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡേറ്റ ആക്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഓക്കെ കാരണം അതിലൊരുപാട് വിസിബിലിറ്റി മോഡ്സ് ഉണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് അങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ആക്സസ് മോഡ്സ്. ഓക്കെ അത് വെച്ച് നമുക്ക് അതിന് ഡേറ്റ ആക്സസ് നമുക്ക് ലിമിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ നമുക്ക് ഡേറ്റേനെ മെമ്പർ ഫംഗ്ഷനെ എല്ലാം തന്നെ ഏത് രീതിയിൽ ആക്സസ് ചെയ്യണമെന്ന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ അതുപോലെ അതുകൊണ്ട് നമുക്ക് അവിടെ ഡേറ്റ ഹൈഡിങ്, ഡേറ്റ സെക്യൂരിറ്റി എല്ലാം തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ പിന്നെ അതുപോലെ C++ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഡൈനാമിക് ബൈൻഡിങ്. ഓക്കെ അതുപോലെ തന്നെ സി ലാംഗ്വേജിന്റെ എല്ലാ ഫീച്ചേഴ്സും C++ സപ്പോർട്ട് ചെയ്യും. ഓക്കെ സോ അതുകൊണ്ട് നമുക്ക് ജനറലി ക്യാൻ ബി കോൾഡ് ആസ് ആൻ ഇൻക്രിമെന്റൽ വേർഷൻ ഓഫ് സി ലാംഗ്വേജ്. ഓക്കെ
ഓക്കെ, ഇനി നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഒബ്ജക്റ്റ് അല്ലേ. ഊബ്സ് എന്ന് പറയുമ്പോൾ നമുക്കത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബേസിക് റൺ ടൈം എൻറ്റിറ്റി ഇൻ ആൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് സിസ്റ്റം. ബേസിക് റൺ ടൈം എൻറ്റിറ്റി, നമ്മളൊരു പ്രോഗ്രാമിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റൺ ടൈം എൻറ്റിറ്റീസ് ആണ് ഈ ഒബ്ജക്ട്സ്. അപ്പോൾ അതൊരു പേഴ്സൺ ആവാം, ഒരു പ്ലേസ് ആവാം, അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ ഒരു ടേബിൾ ഓഫ് ഡാറ്റ, എന്ത് വേണമെങ്കിലും ആവാം. ആ പ്രോഗ്രാം ഇപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊരു ഐറ്റം വേണമെങ്കിലും നമുക്ക് ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നോക്കൂ, അമിത് എന്ന് പറയുന്നത് ഒരാളുണ്ട്. ഓക്കെ, ആ അമിത്തിന് 25 വയസ്സായിട്ടുണ്ട്. അമിത്തിന്റെ സാലറി 2500 ആണ്. ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. നെയിം അമിത്, ഏജ് 25 ഇയേഴ്സ്, സാലറി 2500. അപ്പൊ നമുക്ക് ഈ അമിത് എന്ന് പറയുന്ന ആളെ നമുക്കൊരു ഒബ്ജക്റ്റ് ആക്കി വെക്കാം അല്ലേ. അവിടെ ഒരു പേഴ്സൺ ആണ്, അമിത് നമ്മുടെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അമിത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അമിത്തിനെ റിലേറ്റ് ചെയ്യുന്ന 3 ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ 3 ഫങ്ഷൻസ് ആണ് എന്താ? നെയിം, ഏജ് ആൻഡ് സാലറി. ഓക്കെ, അപ്പം ഇതിന്റെ ഡാറ്റ പാർട്ട്, അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ചിന്റെ ഫണ്ടമെന്റൽ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫംഗ്ഷൻ, നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ആ ഫംഗ്ഷനെയും ആ ഫംഗ്ഷന്റെ ഉള്ളിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റയും, അപ്പൊ ഈ ഒരു ഡേറ്റയെയും ഫംഗ്ഷനെയും കൂടിയും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ചിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. എന്നിട്ട് നമ്മൾ അതിനെ ഒരു ഒബ്ജക്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ അമിത് എന്ന് പറയുന്ന ഒരു പേഴ്സൺ, ആ ഒരു പേഴ്സണെയാണ് നമ്മളിവിടെ ഒബ്ജക്റ്റ് ആക്കിയിരിക്കുന്നത്. ആ പേഴ്സണെ ഐഡന്റിഫൈ ചെയ്യുന്ന കുറച്ച് ഡേറ്റ പാർട്ട് ഉണ്ട്. ആ പാർട്ടാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ അമിത് ആണ് പേഴ്സൺ, അപ്പൊ അമിത് ആണ് ഒബ്ജക്റ്റ്. അപ്പൊ അമിത്തിന്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? നെയിം, ഏജ് ആൻഡ് സാലറി. ഓക്കെ, അപ്പം ഇതാണ്. അപ്പൊ അതിന്റെ പ്രോഗ്രാം പാർട്ടിനകത്ത് അതിന്റെ എന്തൊക്കെയാ വരും? ഡേറ്റ പാർട്ടും വരും, അതുപോലെ തന്നെ ഒബ്ജക്റ്റും വരും. ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു റൺ ടൈം എൻറ്റിറ്റി ആണ്. ആ ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അതിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കണ്ടോ, ഇവിടെ എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇവിടെ ഒരു ഒബ്ജക്റ്റ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ആ സ്റ്റുഡന്റിനെ റിലേറ്റ് ചെയ്യുന്ന ഡേറ്റ, അതിന്റെ ഡേറ്റ പാർട്ടിൽ എന്തൊക്കെയാ വരിക? അതിന്റെ ഒരു സ്റ്റുഡന്റിന്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ആ സ്റ്റുഡന്റിന്റെ മാർക്സ്. ഓക്കെ, ഇനി ആ സ്റ്റുഡന്റിനെ നമുക്ക് ആ ഡേറ്റ പാർട്ട് വെച്ച് നമുക്ക് അതിൽ ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെ വരാം? മാർക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ടോട്ടൽ ഫംഗ്ഷൻ, ആവറേജ് ഫംഗ്ഷൻ, അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്പ്ലേ ഫംഗ്ഷൻ, അങ്ങനെ. അപ്പം ഇങ്ങനെ ഈ ഡേറ്റ പ്ലസ് ഇതുപോലെ തന്നെ ഫങ്ഷൻസ്, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ നമുക്കൊരു എൻറ്റയർ ഒബ്ജക്റ്റ് ആയി. ഓക്കെ, സ്റ്റുഡന്റ്. ഇപ്പൊ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, ടോട്ടൽ, ആവറേജ്, ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫങ്ഷൻസ്, സ്റ്റുഡന്റ് ഉള്ളിൽ വരുന്ന സ്റ്റുഡന്റിനെ റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അതിന്റെ ഡേറ്റ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് മാർക്സ്. ഓക്കെ, ഇനി എന്താണ് ക്ലാസ്? അപ്പൊ ഇതാണ് ഒബ്ജക്റ്റ്. ഇനി എന്താണ് ക്ലാസ്? ഓക്കെ, ഇപ്പം ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, നമുക്കറിയാം ഇത് നമ്മളിപ്പോൾ എ ക്ലാസ് എന്ന് പറയുമ്പോൾ ആ എ ക്ലാസ്സിനുള്ളിൽ ഇപ്പോൾ ഒരു 40 പേരുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു 40 പേരെയാണ് ഒരു ക്ലാസ് ആക്കിയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം അവിടെ കുറേ ആൾക്കാരുടെ, അപ്പോൾ ആ ഒരു 40 പേര് അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അവിടെ ഒരു ക്ലാസ് അല്ലേ. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആണ് ക്ലാസ്. പക്ഷെ അവിടുത്തെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരു കോമൺ പ്രോപ്പർട്ടി ഷെയർ ചെയ്തിട്ടുണ്ടാവും ഡാറ്റ പാർട്ടിൽ. ഓക്കെ, അതിന്റെ ഡേറ്റ പാർട്ടിൽ കോമൺ പ്രോപ്പർട്ടി ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമുക്ക് ക്ലാസ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം? ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് that share common properties for data part and some program part are collectively called as class. Okay, ഇപ്പോൾ ഒരു class in C++, a class is a new data type. നമുക്കത് ആ ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ്സിനെ നമുക്കൊരു പുതിയ ഡേറ്റ ടൈപ്പ് ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു പുതിയ ഡാറ്റ ടൈപ്പാണ്. ആ ക്ലാസ് എന്ന് പറയുന്നത് ഒരു പുതിയ ഡാറ്റ ടൈപ്പാണ്. അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക? മെമ്പർ വേരിയബിൾസും മെമ്പർ ഫങ്ഷൻസുമാണ് ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ ഉള്ളിലുള്ള ഈ വേരിയബിൾസിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന എന്താ പറയുക, മെമ്പർ ഫങ്ഷൻസും മെമ്പർ വേരിയബിൾസും അടങ്ങിയിട്ടുള്ള ഒരു പുതിയ ഡേറ്റ ടൈപ്പായിട്ട് ആക്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് that share common properties, അതാണ് നമുക്ക് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ OOPS കൺസെപ്റ്റ്സ്. ഓക്കെ, എൻക്യാപ്സുലേഷൻ, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്,
അതുപോലെ ഡൈനാമിക് ബൈൻഡിങ്, മെസ്സേജ് പാസിംഗ്. അതിൽ ഈ ഒബ്ജക്ട്സും ക്ലാസ്സും ഒക്കെ ഇതിനകത്ത് വരുന്നത് തന്നെയാണ്. നമുക്കത് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് പറയാനില്ല, പക്ഷെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ആണ് ഒബ്ജക്ട്സ് ആൻഡ് ക്ലാസ്സസ് ഒക്കെ. ഓക്കെ, ഇനി എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിംഗ് അപ്പ് ഓഫ് ഡേറ്റാസ് ആൻഡ് ഫങ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. ഓക്കെ, അതായത് നമ്മുടെ ഡേറ്റ, ഇപ്പൊ നമ്മൾ അവിടെ ഒബ്ജക്ട് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡേറ്റയും അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസും കണ്ടു അല്ലെ. ആ ഡേറ്റനെയും ഫങ്ഷനെയും കൂടി റാപ്പ് ചെയ്ത് നമ്മൾ ഒരു കോമൺ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ആ ഒരു ഫീച്ചർ, ആ ഒരു ഫങ്ഷനെയാണ് നമ്മൾ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ഔട്ട്സൈഡ് വേൾഡിലേക്ക്, അതായത് പുറമേക്ക് ഡേറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത് എപ്പോഴും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഫങ്ഷൻസിൽ കൂടി മാത്രമാണ് ആക്സസ് ചെയ്യാൻ പറ്റുക. ഈ ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ക്ലാസിന്റെ ഉള്ളിൽ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ ടോട്ടൽ, ആവറേജ്, മാർക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടു. അപ്പൊ അതെല്ലാം ഫങ്ഷൻസ് ആണ്, എല്ലാം അതൊരു ഇതിനകത്ത് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് ഓരോ ക്ലാസ് ആയിട്ട് നമ്മൾ കോൾ ചെയ്യുമ്പോഴാണ് അത് പുറമേക്ക് കാണുന്നത്. അല്ലാണ്ട് നമുക്ക് പുറമേക്ക് അതൊന്നും അതിനുള്ളിലുള്ള ഒരു ഡാറ്റയും നമുക്ക് ആക്സസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പ്രോസസ്സ്, അങ്ങനെ ഡേറ്റയെയും ഫങ്ഷൻസിനെയും ഒറ്റ യൂണിറ്റ് ആക്കിയിട്ട് റാപ്പ് ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, the prevention of direct data access by program is called data hiding or information hiding. ഈ ഡേറ്റ എൻകാപ്സുലേഷൻ, ഈ ഒരു ഡേറ്റ എൻകാപ്സുലേഷന്റെ അകത്ത് വരുന്നൊരു ഫീച്ചർ തന്നെയാണ് ഈ ഡേറ്റ ഹൈഡിങ്, ഇൻഫർമേഷൻ ഹൈഡിങ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഈ ഡയറക്റ്റ് ആയിട്ട് ഒരു യൂസർക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ പ്രോഗ്രാമിങ്ങിന്റെ ഈ പറഞ്ഞതുപോലുള്ള ഡേറ്റാസിനെയും ഫങ്ഷൻസിനെയും എല്ലാം തന്നെ ആക്സസ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ, അതാണ് ഡേറ്റ ഹൈഡിങ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഹൈഡിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡേറ്റ എൻകാപ്സുലേഷൻ. ഓക്കെ, ഇനി ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യുക അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം ഈ ഒരു താഴെ കാണുന്ന ഒബ്ജക്റ്റ് മുകളിൽ കാണുന്ന ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യുന്നു. ഓക്കെ, അതല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പം ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലാസ് എ ഉണ്ട്. ആ ക്ലാസ് എ എന്ന് പറയുമ്പോൾ അതിലൊരു 40 പേരാണെങ്കിൽ അതിലൊരു 20 ഗേൾസും 20 ബോയ്സും ആണുള്ളത്. ഓക്കെ, അപ്പം അതിന് 2 ക്ലാസ് ആക്കി നമ്മൾ. ഓക്കെ, ഗേൾസ് ക്ലാസ്സും ഒന്ന് ബോയ്സ് ക്ലാസ്സും. ഓക്കെ, അപ്പൊ ഗേൾസിന് ഗേൾസിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, ബോയ്സിന് ബോയ്സിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കൂടി കമ്പൈൻഡ് ആയിട്ട് ആ ക്ലാസ്സിൽ കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ ആ എ എന്ന് പറയുന്ന ക്ലാസ് ഫോളോ ചെയ്യുന്ന റൂൾസ് ഗേൾ ആയാലും ബോയ് ആയാലും അവർ 40 പേർക്കും ഒരുപോലെ ബാധകമാണ്. അപ്പോൾ എയിൽ നിന്ന് അക്വയർ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഗേൾസ് ഗ്രൂപ്പിനും ഉണ്ട്, ബോയ്സ് ഗ്രൂപ്പിനും ഉണ്ട്. പക്ഷെ എന്നാൽ അവരുടേതായിട്ടുള്ള അവരുടെ ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റ് കുറച്ച് പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അക്വയർ ചെയ്തെടുക്കുക, അതിന് നമുക്ക് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇൻഹെറിറ്റൻസിന്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീയൂസബിലിറ്റി, കോഡ് റീയൂസബിലിറ്റി. നമുക്ക് ഒരു പ്രാവശ്യം ഒരു കോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻഹെറിറ്റൻസ് വെച്ചെടുക്കുമ്പോൾ നമുക്ക് എപ്പോൾ നമ്മളൊരു സബ് ക്ലാസ്, നമുക്കിപ്പോൾ ആ ഒരു ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അക്വയർ അല്ലെങ്കിൽ ആവശ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ക്ലാസ് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അതാണ് റീയൂസബിലിറ്റി. അപ്പോൾ ഇൻഹെറിറ്റൻസ് റീയൂസബിലിറ്റി മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്നത്, എക്സ്റ്റെൻസിബിലിറ്റി. ഓക്കെ, എക്സ്റ്റെൻസിബിലിറ്റി അതായത് നമുക്ക് ഈ പ്രോഗ്രാമിനെ എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, എക്സ്റ്റെൻസിബിലിറ്റി. അപ്പം ഇൻഹെറിറ്റൻസിന്റെ 2 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആണ് റീയൂസബിലിറ്റി ആൻഡ് എക്സ്റ്റെൻസിബിലിറ്റി. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇൻഹെറിറ്റൻസിന്റെ കൂടെ മറ്റു പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള പോളിമോർഫിസം അതുപോലെ ഡൈനാമിക് ബൈൻഡിങ്, ഈ 2 പ്രോപ്പർട്ടീസും കൂടി നമുക്ക് ചേർത്ത് കപ്പിൾ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് കോഡ് നമുക്ക് മോഡിഫൈ ചെയ്യാതെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയാ കോഡ് മോഡിഫൈ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി അത് മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഒരു സിസ്റ്റത്തിൽ എപ്പോഴും മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താതെ ആ മോഡിഫിക്കേഷൻസ് മിനിമൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, ആ പോളിമോർഫിസം, ഡൈനാമിക് ബൈൻഡിങ്ങും ഇൻഹെറിറ്റൻസും കൂടി കപ്പിൾ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്താ പറയാ, ഈ ഇൻഹെറിറ്റ് ചെയ്യുന്ന
താഴെ കാണുന്ന ഈ ക്ലാസ്സുകളുണ്ടല്ലോ അതിനെ നമുക്ക് ചൈൽഡ് ക്ലാസ് എന്ന് വിളിക്കാം. ഓക്കെ, ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഏതിൽ നിന്നാണോ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത് അതാണ് ഇതിന്റെ പാരന്റ് ക്ലാസ്. പാരന്റ് ക്ലാസ്, ഡിറൈവ്ഡ് ക്ലാസ്, സൂപ്പർ ക്ലാസ് ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, 3 പേര്: പാരന്റ് ക്ലാസ്, ബേസ് ക്ലാസ്, സൂപ്പർ ക്ലാസ്. ചൈൽഡ് ക്ലാസ്സിനെ നമുക്ക് വിളിക്കാം ഡിറൈവ്ഡ് ക്ലാസ്, സബ് ക്ലാസ്, അങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്ക് ചൈൽഡ് ക്ലാസ്സിന് 2 പാർട്സ് ആക്കും. ഒന്ന് ഡിറൈവ്ഡ് പാർട്ടും പിന്നെ ഒന്ന് ഇൻക്രിമെന്റൽ പാർട്ടും. ഓക്കെ, ഡിറൈവ്ഡ് പാർട്ട് എന്ന് പറയുന്നത് ഇൻഹെറിറ്റഡ് ഫ്രം ദ ക്ലാസ് പാരന്റ്. ഓക്കെ, പാരന്റ് ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത് ഡിറൈവ്ഡ് പാർട്ട്. ഓക്കെ, ഇനി ഇൻക്രിമെന്റൽ പാർട്ട് എന്ന് പറയുന്നത് ന്യൂ കോഡ് റിട്ടൺ സ്പെസിഫിക്കലി ഫോർ ദ ക്ലാസ് ചൈൽഡ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇപ്പം ഗേൾസിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഗേൾസ് ഗ്രൂപ്പിന് അവരുടേതായിട്ടുള്ള സ്വന്തം ഫീച്ചേഴ്സ് ഉണ്ട്. അത് കൂടാതെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തെടുത്ത എയുടെ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പൊ ആ ഇൻഹെറിറ്റ് ചെയ്തെടുത്ത ഫീച്ചേഴ്സിന് നമുക്ക് ഡിറൈവ്ഡ് പാർട്ട് എന്നും അതുപോലെ അതിന് സ്വന്തമായിട്ടുള്ള പാർട്ട് ഫീച്ചേഴ്സിന് നമ്മളത് പുതിയ കോഡാക്കും അല്ലെ, ആ പാർട്ടാണ് ഇൻക്രിമെന്റൽ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 2 പാർട്സ് ആണുള്ളത്, ഡിറൈവ്ഡ് പാർട്ടും ഇൻക്രിമെന്റൽ പാർട്ടും. അടുത്തത് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. Data abstraction refers to the act of representing essential features without including the background details or explanation. Okay, അതായത് ഇപ്പം നമുക്കൊരു കാർ ഉണ്ട്. ഓക്കെ, നമ്മളൊരു കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ ഈ കാർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും ആവും, പേഴ്സൺ, എന്തെങ്കിലും ഐറ്റം അല്ലെങ്കിൽ പ്ലേസ് അല്ലെ. ഇപ്പം നമ്മൾ കാർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ കാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് കാർ എന്ന് പറയുന്ന ക്ലാസ്സിലാണ്. ആ കാറിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത്? അതിന്റെ എഞ്ചിൻ, അതിന്റെ സ്പീഡ്, അല്ലെങ്കിൽ അതിന്റെ ഈ പറഞ്ഞതുപോലെ എന്താ ഓരോരോ പാർട്ടും നമുക്ക് അതിന്റെ മോഡൽ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കൊരു കാറിന് കൊടുക്കാൻ പറ്റും അല്ലെ. അതിലത്തെ നമ്മൾക്ക് പുറമേക്ക് കാണുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ. ആ പുറമേക്ക് കാണുന്ന ഫീച്ചേഴ്സ് ഒഴിച്ച് ബാക്കി അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ഇപ്പൊ എഞ്ചിനും കാര്യങ്ങളും ഒന്നും നമുക്ക് കാണേണ്ട ആവശ്യം, അറിയേണ്ട ആവശ്യം, അതിന്റെ വർക്കിംഗ് നമുക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അത് നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പാർട്സും നമ്മുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അത് പുറമേക്ക് കാണിക്കുന്നു അല്ലെ. കാർ, അപ്പൊ അത് കാർ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ എസെൻഷ്യൽ ഫീച്ചേഴ്സിനെ നമുക്ക് കാണിച്ചു തന്ന് എന്നാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസിനെ നമുക്ക് അവിടെ ഹൈഡ് ചെയ്ത് വെക്കുന്നു. ആ ഒരു പ്രോപ്പർട്ടി അതാണ് അബ്സ്ട്രാക്ഷൻ. Abstraction refers to the act of representing essential features without including background details. Background details ഇല്ലാതെ ആവശ്യമുള്ളത് മാത്രം പുറമേക്ക് റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ഫീച്ചർ ആണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, classes use the concept of abstraction and are defined as a list of attributes. അപ്പോൾ അതിനകത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞു കാറിന്റെ എന്താ മോഡൽ, സൈസ്, കളർ അതൊക്കെ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ അതിൽ വരുന്ന ലിസ്റ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാ വരിക? സൈസ്, വെയിറ്റ്, കോസ്റ്റ്, അതുപോലെ തന്നെ ഫങ്ഷൻസ്, ആ ആട്രിബ്യൂട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ്, ഇതൊക്കെ നമുക്ക് ആ ക്ലാസ്സിന്റെ ഉള്ളിൽ അബ്സ്ട്രാക്ഷൻ വെച്ച് ഇതെല്ലാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇതൊന്നും പുറമേക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ളത് മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ഒന്നും കൂടി പറയാം? ദേ എൻകാപ്സുലേറ്റ്. അപ്പൊ റാപ്പിംഗ് ആണ്, എൻകാപ്സുലേഷൻ എന്ന് പറയുമ്പോൾ റാപ്പിംഗ് ആണ് അല്ലെ. ദേ എൻകാപ്സുലേറ്റ് ഓൾ എസെൻഷ്യൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഒബ്ജക്ട്സ് ദാറ്റ് ആർ ക്രിയേറ്റഡ്. ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഒബ്ജക്ട്സിന്റെ പ്രോപ്പർട്ടീസ്, എസെൻഷ്യൽ പ്രോപ്പർട്ടീസിനെ എൻകാപ്സുലേറ്റ് ചെയ്ത് കാണിക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസിനെ അബ്സ്ട്രാക്ട് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, ഇപ്പൊ ആട്രിബ്യൂട്ട്സ്, ഇപ്പൊ ഇതിൽ നമ്മൾ ഉള്ളിൽ പറഞ്ഞിട്ടുള്ള സൈസ്, വെയിറ്റ്, കോസ്റ്റ് ഇപ്പൊ ആട്രിബ്യൂട്ട്സ് ആണ്. ആ ആട്രിബ്യൂട്ട്സിനെ നമുക്ക് ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, കാരണം എന്താണ്? അവർ ഹോൾഡ് ചെയ്യുന്നത് ഡേറ്റയാണ്. ഓക്കെ, അവര് ഈ ഇത് ഇപ്പൊ ഏത് സൈസാണ്, എത്ര വെയിറ്റ് ആണ് എന്നുള്ളതെല്ലാം ഡേറ്റ ആണ്. ഓക്കെ, ആ ഡേറ്റയെ നമുക്ക് അതുകൊണ്ട് ഡേറ്റ മെമ്പേഴ്സ്, ആ ആട്രിബ്യൂട്ട്സിനെ ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, ആ ഫംഗ്ഷൻസിനെ അല്ലെങ്കിൽ ഇതെല്ലാം ഹോൾഡ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ, കാർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ കാർ ക്ലാസ്, ആ ഒരു ഫംഗ്ഷനെ നമുക്ക് ഈ പറഞ്ഞതുപോലെ മെമ്പർ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഈ പറഞ്ഞ പോലെ ക്ലാസ്സസ് നമുക്ക് ഡേറ്റ അബ്സ്ട്രാക്ഷൻ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്ലാസ്സിനെ അബ്സ്ട്രാക്ട് ഡേറ്റ ടൈപ്പ് ADT എന്ന് പറയാം. കാരണം നമുക്ക് ആ ഒരു ക്ലാസ്സിനെ എന്തായിട്ട് യൂസ് ചെയ്യാം? ഒരു ഡേറ്റ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു ഡാറ്റ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ അതിനെ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്, കാരണം അത് ആവശ്യമില്ലാത്തത് അവിടെ ഹൈഡ് ചെയ്യുന്നു. അബ്സ്ട്രാക്ഷൻ, ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കാതെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ഡേറ്റ ടൈപ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സസിനെ നമുക്ക് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അടുത്തത് പോളിമോർഫിസം ആണ്. പോളിമോർഫിസം 2 വേർഡ്സ്
കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് പോളി ആൻഡ് മോർഫിസം. പോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മിനി എന്നാണ് അതിൻ്റെ മീനിങ്. മോർഫിസം എന്ന് പറയുമ്പോൾ ഫോംസ് എന്നും. അപ്പം നമുക്ക് പോളിമോർഫിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനി ഫോംസ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അതായത് പോളിമോർഫിസം എന്ന് പറയുന്നത് ഒരു സാധനത്തിന് ഒന്നിലധികം ഫോംസ് എടുക്കാനുള്ള അല്ലെങ്കിൽ കാണിക്കാനുള്ളൊരു എബിലിറ്റി. ഓക്കെ, മീൻസ് എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോം. അതാണ് പോളിമോർഫിസം. ഫോർ എക്സാമ്പിൾ, ഒരേ ഓപ്പറേഷൻ നമുക്ക് പല പല സ്ഥലത്തും ഡിഫറെൻറ്റ് ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് പോളിമോർഫിസം. ഒരേ കാര്യം നമുക്ക് പല സ്ഥലത്ത് പോകുമ്പോൾ പല രീതിയിലാവും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആ ഓപ്പറേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഡേറ്റ, ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ബിഹേവിയർ ഉണ്ടാവുക. ഓക്കെ, പോളിമോർഫിസം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും പിന്നെ ഒന്ന് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും. ഓക്കെ, ഇപ്പോൾ ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററിന് നമുക്ക് പലതരത്തിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. വെൻ ദിസ് ഇസ് പോസിബിൾ യു യൂസ് എക്സ്പ്രഷൻ എക്സ് പ്ലസ് വൈ ടു ഡിനോട്ട് ദ സം ഓഫ് എക്സ് ആൻഡ് വൈ. അതുപോലെ തന്നെ നമുക്കത് എക്സ് ആൻഡ് വൈയുടെ സം ആണെങ്കിൽ അത് പലതരത്തിൽ നമുക്കത് ഇൻറ്റിജേഴ്സിൻ്റെ, ഫ്ലോട്ടിൻ്റെ, അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ എങ്ങനെ വേണമെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് വേണ്ട സ്ട്രിങ്സിൻ്റെ വേണമെങ്കിലും കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ട്രിങ്സിനെ തമ്മിൽ ഗുഡ് ആൻഡ് മോർണിംഗ്. അപ്പോൾ ഗുഡ് പ്ലസ് മോർണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഓപ്പറേഷൻ, ഈ പ്ലസ് ഓപ്പറേഷനെ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡേറ്റ എന്താണോ ആ ഡേറ്റേനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ഓപ്പറേറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു സിംഗിൾ ഓപ്പറേറ്ററിനെ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഷേപ്സ്, നമുക്ക് ഷേപ്പ് എന്ന് പറയുമ്പം പല ഷേപ്സ് അതിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഷേപ്സിൽ നമുക്ക് പല ഫോംസ് എടുക്കുന്നുണ്ട്. ട്രയാങ്കിൾ, റെക്റ്റ്. ഇപ്പോൾ നമ്മൾ ഏരിയ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഏരിയ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏരിയ എടുക്കുന്നത് ഇപ്പോൾ ഓരോ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഏരിയ ഉണ്ട്. അപ്പോൾ ഏരിയ ഓഫ് എ സർക്കിൾ ആണെങ്കിൽ നമുക്കത് പൈ ആർ സ്ക്വയർ എന്ന് കൊടുക്കണം അല്ലേ. അതേ മറിച്ച് നമുക്കിപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പിൻ്റെ ആണെങ്കിൽ നമുക്ക് എൽ ഇൻറ്റു ബി എന്ന് കൊടുക്കണം. അപ്പം നമുക്ക് അങ്ങനെ ആ ഒരു ഫംഗ്ഷൻ സെയിം ഫംഗ്ഷൻ ആണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതിൽ എന്ത് ഡേറ്റയാണോ ഉള്ളത് ആ ഡേറ്റേനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു എന്താ പറയുക ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അതാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്. ഓക്കെ, അടുത്തത് ഡൈനാമിക് ബൈൻഡിങ്. ഡൈനാമിക് ബൈൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ നമുക്ക് ഇടയിലിട്ട് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഒരു മെയിൻ ഫംഗ്ഷൻ, ഇപ്പോൾ ഷേപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഷേപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ പ്രോഗ്രാമിൻ്റെ പുറത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ക്ലാസ്. ഓക്കെ, ഏരിയ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മളപ്പോൾ നമ്മുടെ മെയിൻ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഏരിയയുടെ ആവശ്യം വരുമ്പോൾ നമ്മളവിടെ ഏരിയനെ കോൾ ചെയ്യാണ് ചെയ്യാറ് അല്ലേ. അപ്പോൾ നമ്മളുടെ ഈ പ്രൊസീജിയർ കോഡും ആയിട്ട് ലിങ്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്, അതാണ് ബൈൻഡിങ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ലിങ്കിങ് ഓഫ് പ്രൊസീജിയർ കോൾ ടു ദ കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇൻ റെസ്പോൺസ് ടു ദ കോൾ. നമ്മൾ ആ കോളിന് ഒരു റെസ്പോൺസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ആ കോഡുമായിട്ട് നമ്മുടെ പ്രൊസീജിയർ കോൾ എങ്ങനെ ലിങ്ക് ചെയ്യുന്നു, അതാണ് ബൈൻഡിങ്. ഇനി ഡൈനാമിക് ബൈൻഡിങ് അല്ലെങ്കിൽ ലേറ്റ് ബൈൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക കോഡും പ്രൊസീജിയർ കോളും തമ്മിലുള്ളൊരു ബൈൻഡിങ് ഉണ്ടല്ലോ, അത് നമുക്ക് റൺ ടൈമിൽ മാത്രമേ അറിയുള്ളൂ. ഓക്കെ, നമുക്ക് മുന്നേ തന്നെ അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ബൈൻഡിങ് മുന്നേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഡൈനാമിക് ബൈൻഡിങ്. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഏരിയ കാണാനുള്ള പ്രോഗ്രാമാണ്. അപ്പം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്സിൻ്റെ ഏരിയ ആണ് കാണുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മെയിൻ പ്രോഗ്രാം ആദ്യം തന്നെ നമ്മൾ മെയിൻ ഫംഗ്ഷൻ മെയിൻ പ്രോഗ്രാം ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിഫറെൻറ്റ് ഷേപ്സിൻ്റെ ഏരിയ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ഷേപ്പ് വരുമ്പോൾ ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമുക്ക് ലെങ്ത് ബ്രെഡ്ത്ത് ഒക്കെ കൊടുക്കണം. അത് കഴിഞ്ഞ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എടുക്കുമ്പോൾ നമ്മൾ ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കോൾ ചെയ്യുമ്പോൾ ഈ മെയിൻ ഫംഗ്ഷൻ ഇതാണ് നമ്മുടെ മെയിൻ കോഡ്. ഓക്കെ, ആ കോഡ് നമ്മുടെ ഈ ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷനുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എപ്പോഴാണ്? ആ ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആ മെയിൻ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ എത്തുമ്പോൾ മാത്രമാണ് അത്
പ്രൊസീജിയർ കോള് അങ്ങോട്ടേക്ക് പോണത് അല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് റൺ ടൈമിൽ നടക്കുന്ന കാര്യമാണ്. ഓക്കെ, അത് നമുക്ക് ആ ഒരു ടൈമിൽ അത് എത്തുന്നത് വരേക്കും നമുക്കത് അറിയില്ല, അത് എവിടെ നിന്നാണ് കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡൈനാമിക് ബൈൻഡിങ് അല്ലെങ്കിൽ ലേറ്റ് ബൈൻഡിങ്, കാരണം അത് റൺ ടൈമിൽ നടക്കുന്നു. ഓക്കെ, ഇറ്റ് മീൻസ് ദ കോഡ് അസോസിയേറ്റഡ് വിത്തിൻ ദ ഗിവൺ പ്രൊസീജിയർ കോൾ ഇൻ നോട്ട് നോൺ അണ്ടിൽ ദ ടൈം ഓഫ് കോൾ അറ്റ് റൺ ടൈം. ഓക്കെ, അടുത്തത് മെസ്സേജ് പാസിംഗ്. മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്നത് an object oriented program consists of set of objects that communicate with each other. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ കുറേ ഒബ്ജക്ട്സിൻ്റെ സെറ്റ് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ത്രൂ മെസ്സേജ് പാസിംഗ്. ഒബ്ജക്ട് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ഈച്ച് അതർ ബൈ സെൻഡിങ് ആൻഡ് റിസീവിങ് ഇൻഫർമേഷൻ സെൻഡ് ചെയ്തിട്ടും റിസീവ് ചെയ്തിട്ടും ഒക്കെയാണ് അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, മെസ്സേജ് ഫോർ ആൻ ഒബ്ജക്റ്റ് ഇസ് റിക്വസ്റ്റ് ഫോർ എക്സിക്യൂഷൻ ഓഫ് എ പ്രൊസീജിയർ. മെസ്സേജ് ഫോർ ആൻ ഒബ്ജക്റ്റ് ഇസ് എ റിക്വസ്റ്റ് ഫോർ എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊസീജിയർ. ഒരു പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു റിക്വസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഒരു മെസ്സേജിന്, ഒരു ഒബ്ജക്റ്റിനുള്ള മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെർഫോർ ഇൻവോക്ക് ദ ഫംഗ്ഷൻ ദാറ്റ് ഈസ് കോൾഡ് ഫോർ ആൻ ഒബ്ജക്റ്റ് ആൻഡ് ജനറേറ്റ്സ് എ റിസൾട്ട്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റിനെ ഇൻവോക്ക് ചെയ്യുക, അതിനുശേഷം റിസൾട്ട് ജനറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക? ഒരു മെസ്സേജ് പാസിങ്ങിനകത്തൊരു നെയിം ഓഫ് ദ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും, നെയിം ഓഫ് ദ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ ഇൻഫർമേഷൻ ടു ബി സെൻഡ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എംപ്ലോയി ആണ്. ഇപ്പം നമുക്ക് ഇവിടെ സ്റ്റുഡൻറ്റ് വരാം. ഓക്കെ, അതുപോലെ തന്നെ എന്താ വരാം, ഇപ്പോൾ നമുക്ക് എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയിയുടെ സാലറിയാണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ സാലറിയാണ് വേണ്ടത്. ഇനി ആരുടെ സാലറിയാണ് വേണ്ടതാണ് നമ്മളുടെ ഇൻഫർമേഷൻ. ഇപ്പോൾ ഒരു അമിത്തിൻ്റെ ആണെങ്കിൽ എംപ്ലോയി ഡോട്ട് സാലറി ഓഫ് അമിത്. ഓക്കെ, അതാണ് ഇതിൽ വരുന്ന ഇൻഫർമേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഒരു മെസ്സേജിനകത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ, അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് റീയൂസബിലിറ്റിയാണ്. ഓക്കെ, അത് ഇൻഹെറിറ്റൻസിൻ്റെ ആണ് ഏറ്റവും വലിയ പ്രോപ്പർട്ടി. നമ്മൾ എന്തായാലും പറയുന്നത് റീയൂസബിലിറ്റി, കോഡ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഫീച്ചറാണ്. കാരണം നമുക്ക് ഫംഗ്ഷൻസും മോഡ്യൂൾസ് ഒക്കെ ഒരിക്കൽ എഴുതിയത് നമുക്ക് പിന്നീട് ഒരു മോഡിഫിക്കേഷൻ കൂടാതെ തന്നെ നമുക്ക് റീയൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് എന്താ? ഇൻഹെറിറ്റൻസ് എലിമിനേറ്റ് ദ റിഡൻഡന്റ് കോഡ് ആൻഡ് എക്സ്റ്റെൻഡ് ദ യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് ക്ലാസ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ റീയൂസബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ റിഡൻഡന്റ് കോഡിനെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഒരു പ്രാവശ്യം എഴുതിയ കോഡ് വീണ്ടും വീണ്ടും എഴുതണ്ട. അപ്പോൾ റിഡൻഡൻസി ആവശ്യമില്ല. റിഡൻഡൻസി എലിമിനേറ്റ് ചെയ്തിട്ട് എന്താ എക്സിസ്റ്റിംഗ് ക്ലാസ്സിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ. അപ്പോൾ റീയൂസബിലിറ്റിയും എക്സ്റ്റെൻസിബിലിറ്റിയുമാണ് ഇൻഹെറിറ്റൻസിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി ഡാറ്റ ഹൈഡിങ് എന്ന് പറയുമ്പോൾ ദ പ്രോഗ്രാമർ ക്യാൻ ഹൈഡ് ദ ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻ ദ ക്ലാസ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അബ്സ്ട്രാക്ഷൻ പോലെ തന്നെ, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റേനെയും ഫങ്ഷൻസിനെയും എല്ലാം തന്നെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം നമുക്ക് പുറത്ത് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് കാരണം കൊണ്ട് സെക്യൂരിറ്റി, പ്രോഗ്രാമറിന് സെക്യൂരിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ഡേറ്റ ഹൈഡിങ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ പ്രോബ്ലം കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിത് ഈ എല്ലാ ഫങ്ഷൻസും കൂടി ചേരുന്നത് കൊണ്ട് നമുക്ക് തന്നെ എന്താ പറയുക, വലിയ പ്രോഗ്രാം ഒരുപാട് വലുത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ റീയൂസബിലിറ്റി വന്നു. അപ്പോൾ നമുക്ക് വെറുതെ ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഒരിക്കൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വെറുതെ കോൾ ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ. വീണ്ടും വീണ്ടും ആ ഫംഗ്ഷൻ എഴുതി ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രോബ്ലത്തിൻ്റെ കോംപ്ലക്സിറ്റി കൂട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, അതിൽ ഓരോ ഒബ്ജക്റ്റിനും ഒരു പേർപ്പസ്, ഒരു സ്പെസിഫിക് ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നത് ആ ഒബ്ജക്ട്സുകൾ തമ്മിലൊരു ഇന്റർഫേസ് ഉണ്ടാക്കിയിട്ടാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി കോംപ്ലക്സിറ്റി കുറയുന്നു. ഓക്കെ, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും ഈസിയാണ്. ഓക്കെ, അതായത് നമുക്ക് നമുക്കൊരു റീയൂസബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരു കോഡ് നമ്മൾ ഒരിക്കൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ അപ്ഗ്രേഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഒരു ഫംഗ്ഷൻ നമ്മൾ അവിടെ നോക്കിയാൽ മതി. ഓക്കെ, അപ്പം നമ്മളെല്ലാം പോയി ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് മേക്സ് ഇറ്റ് easy to maintain and modify the existing code as new objects can be created with small difference to the existing one. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ, അടുത്തത് മെസ്സേജ് പാസിംഗ് നമ്മൾ പറഞ്ഞു ഒബ്ജക്ട്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി മോഡിഫയബിലിറ്റി
Modifiability എന്ന് പറയുന്നത് it is easy to make minor changes in the data representation or the procedures in an object oriented program. Okay, നമുക്ക് ഡാറ്റ റെപ്രസെൻറ്റേഷനിൽ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിൽ മൈനർ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ചേഞ്ചസ് ഇൻസൈഡ് എ ക്ലാസ് ഡു നോട്ട് എഫക്ട് എനി അതർ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. ഓക്കെ, പ്രോഗ്രാമിൽ മറ്റൊരു ഭാഗത്തും എഫക്ട് ചെയ്യില്ല നമ്മൾ ക്ലാസ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ പോലും. ഓക്കെ, ഇനി UBSന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാ? റിയൽ ടൈം സിസ്റ്റത്തിൽ RTOS, ഒക്കെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ, അതുപോലെ സിമുലേഷൻ ആൻഡ് മോഡലിംഗ്, ദെൻ OOB, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റാബേസ് ODB, പിന്നെ ഹൈപ്പർ ടെക്സ്റ്റ്, ഹൈപ്പർ മീഡിയ, എക്സ്പേർട്ട് ടെക്സ്റ്റ്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് എക്സ്പേർട്ട് സിസ്റ്റം, AI ആൻഡ് എക്സ്പേർട്ട് സിസ്റ്റം, ദെൻ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആൻഡ് പാരലൽ പ്രോഗ്രാമിംഗ്, അതുപോലെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റം, അതുപോലെ CIM, CAD-ലൊക്കെ യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ CPP-യുടെ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. CPP എന്താ? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ്? ജോൺ സ്ട്രൗസ്ട്രപ്പ് ആണ് കേട്ടോ. അതുപോലെ അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് AT&T ലബോറട്ടറിയിലാണ്, USA-ൽ. ഓക്കെ, 80s-ലൊക്കെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് C ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, സോറി, C++ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് C-യുടെ ഒരു ഇൻക്രിമെന്റൽ വേർഷൻ ആണ് അല്ലേ. സോ C-യിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. C മാത്രമല്ല, ഒപ്പം സിമുല 67. ഓക്കെ, സിയും സിമുല 67 രണ്ടും കൂടി ചേർന്നിട്ടാണ് C++ ഡെവലപ്പ് ആക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ C++ ആദ്യം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് C വിത്ത് ക്ലാസസ് എന്നായിരുന്നു. പിന്നീട് അത് CPP അല്ലെങ്കിൽ C++ എന്ന് മാറി. ഓക്കെ, ഇനി C++ന്റെ നമുക്കിനി പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഓരോരോ കൺസെപ്റ്റ് ചെറുതാണെങ്കിലും നമ്മളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, C++ന്റെ കമന്റ് സിമ്പിൾ ആണ് /. Okay, the comments start with // symbol and terminate at the end of the line. Okay, this is an example of, okay, // ഇട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു കമന്റ് ആണ്. അടുത്തത് CPP-യിലെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. നമുക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ സ്ട്രിങ്സ്, ഈവൻ നമ്പേഴ്സ് ഒക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡന്റിഫയർ Cout ആണ്. ഓക്കെ, അപ്പോൾ Cout എഴുതിയിട്ട് നമുക്ക് രണ്ട് ലെസ് ദാൻ സിമ്പിൾ, അപ്പോൾ നമുക്കത് പുട്ട് ഓപ്പറേറ്ററിനോ ഇൻസെർഷൻ ഓപ്പറേറ്റർ ലെസ് ദാൻ സിമ്പിൾ രണ്ടെണ്ണമാണ് കേട്ടോ, Cout ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രീം എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്ട്രീം, ഇത് നമുക്ക് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന കുറച്ച് ഡേറ്റയുടെ ഫ്ലോ, അതാണ് നമുക്ക് സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രീം, ഈ സാധനം ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി Cout എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ iostream.h എന്ന് പറയുന്ന ലൈബ്രറി ഫംഗ്ഷനിലാണ് ഉണ്ടാവുക. ഓക്കെ, defined in iostream.h. ഇപ്പോൾ Cout ആണെങ്കിലും ഇൻപുട്ട് ഓപ്പറേറ്റർ ആണെങ്കിലും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആണെങ്കിലും iostream ആണ്. കാരണം I for input, O for output, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം. നമ്മൾ എന്താണ് നമ്മുടെ ഡേറ്റ, ആ ഡേറ്റ ഫ്ലോ നമുക്ക് പുറമേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ Cout-ഉം, അതുപോലെ അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ Cin നമുക്കത് പറയാം. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം അപ്പോൾ Cout-ന് ശേഷം നമ്മൾ ഈ രണ്ട് സിമ്പിൾ ഇട്ടിട്ട് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത്, നമുക്കിപ്പം ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അത് നമ്മൾ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ കൊടുക്കണം. ഓക്കെ, ഹലോ വേൾഡ് ഡിസ്പ്ലേസ് സ്ട്രിങ്സ് ദ കോട്ട്സ് ഇൻ ദ സ്ക്രീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഹലോ വേൾഡ് ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ നമ്മൾ എന്തിട്ടോ അത് നമുക്ക് അത് കഴിഞ്ഞിട്ടൊരു സെമിക്കോളൻ വേണം കേട്ടോ. അപ്പോൾ എന്താണ് ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ നമ്മൾ എന്തിട്ടോ അതായിരിക്കും നമുക്ക് പുറമേക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് വരിക. ഓക്കെ, ക്യാരക്ടേഴ്സിന്റെ കേസിൽ. ഓക്കെ, ഇനി ഈ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ C++ൽ എപ്പോഴും ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. നമ്മളൊരു മെയിൻ ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു റിട്ടേൺ ഫംഗ്ഷൻ വെക്കണം. ഓക്കെ, C++ മെയിൻ റിട്ടേൺസ് ആൻഡ് ഇന്റിജർ ടൈപ്പ് വാല്യൂ ടു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ നോർമലായിട്ട് ഡിഫോൾട്ട് ആയിട്ട് റിട്ടേൺ 0 സ്റ്റേറ്റ്മെന്റ് ആണ് വരിക. ഓക്കെ, അപ്പോൾ മെയിൻ ഫംഗ്ഷൻ ഇൻ C++ ഷുഡ് എൻഡ് വിത്ത് എ റിട്ടേൺ 0 സ്റ്റേറ്റ്മെന്റ്. Otherwise, a warning or error might occur. നമ്മളത് റിട്ടേൺ ചെയ്തിട്ടില്ല എങ്കിലാണ് നമുക്കൊരു എറർ മെസ്സേജോ വാർണിംഗ് മെസ്സേജോ ഒക്കെ കാണിക്കും. ഓക്കെ, ഒരു റിട്ടേൺ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ഫംഗ്ഷൻ അവിടെ അവസാനിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഫംഗ്ഷനോട് കൂടിയിട്ട് റിട്ടേൺ കഴിഞ്ഞിട്ടൊരു ക്ലോസിംഗ് ബ്രേസോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻപുട്ട് ഓപ്പറേറ്റർ. അപ്പോൾ ഇൻപുട്ട് ഓപ്പറേറ്റർ നമ്മുടെ Cout രണ്ട് ലെസ് ദാൻ സിമ്പിൾ ആണെങ്കിൽ Cin എന്ന് പറയുമ്പോൾ റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ രണ്ട് ഇൻപുട്ട് സിമ്പിൾ ആണ്, ഇൻപുട്ട് സിമ്പിൾ അതായത് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ്.
Okay, number 1. Cin number 1 is an input statement. അപ്പോൾ number 1 എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ അവിടെ റീഡ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ the identifier Cin is a predefined object in the C++ that responds to the standard input stream. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്ട്രീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് Cin എന്ന് പറയുന്നത്. അതും ഉണ്ടാവുക എവിടെയാ? IOStream.h ൽ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഓപ്പറേറ്റർ അറിയപ്പെട്ടിട്ടുള്ളത് എന്താ പേര്? ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ ആണത്. ഓക്കെ, മറ്റേത് പുട്ട് ടു, ഇത് ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. ഓക്കെ, അപ്പം ഈ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ എന്തിനാണ്? ഇറ്റ് എക്സ്ട്രാക്ട് വാല്യൂ ഫ്രം ദ കീബോർഡ് ആൻഡ് അസൈൻസ് ഇറ്റ് ടു ദി വേരിയബിൾ ഓൺ ദ റൈറ്റ്. ഓക്കെ, അപ്പോൾ കീബോർഡിൽ നിന്ന് ആ വാല്യൂ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മുടെ റൈറ്റ് സൈഡിൽ എന്ത് വേരിയബിൾ ആണോ അസൈൻ ചെയ്തിരിക്കുന്നത് ആ വേരിയബിളിലേക്ക് അത് അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ cout sum equal to sum, cout sum equal to sum. അതുപോലെ ന്യൂ ലൈൻ, ഈ ഒരു സിമ്പിൾ ഇത് സ്ലാഷ് എന്ന് പറയുന്നത് ന്യൂ ലൈൻ, അടുത്ത ലൈനിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ cout sum equal to sum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? സം ഈക്വൽ ടു നമ്മുടെ ഈ സം ഫംഗ്ഷനിൽ നമുക്കിപ്പോൾ സം ഈക്വൽ ടു a+b ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2+3 നമ്മൾ കൊടുത്താൽ 5 വന്നു. അപ്പോൾ സം ഈക്വൽ ടു നമ്മൾ എന്താണോ കൊടുത്തത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് വന്നത് ആ വാല്യൂ ഇവിടെ പ്രിന്റ് ആവും. എന്നിട്ട് ന്യൂ ലൈൻ ആണ്. അപ്പോൾ ന്യൂ ലൈൻ എന്ന് പറയുമ്പോൾ അടുത്ത ലൈനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഓരോ ലൈൻ കഴിയുമ്പോഴും ഒരു സെമിക്കോളൻ മസ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ കൂടെ ആവറേജ് കൂടി കാണണമെങ്കിൽ ഇപ്പോൾ സം ഈക്വൽ ടു എന്ന് പറഞ്ഞ് സം പ്രിന്റ് ആവും. അതുപോലെ തന്നെ ആവറേജ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ആവറേജും പ്രിന്റ് ആയിട്ട് ന്യൂ ലൈൻ, അപ്പോൾ അടുത്ത ലൈനിലാണ് വരുന്നത്. ഓക്കെ, ആവറേജ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ 2 നമ്പർ കൊടുക്കണം. ഓക്കെ, നമുക്ക് നമുക്ക് സം കാണാൻ 2 നമ്പർ വേണം, ആവറേജ് ആണെങ്കിലും നമ്പേഴ്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻപുട്ട് റീഡിംഗ് ആണ് Cin number 1 number 2. അത് നമുക്ക് ആ സിമ്പിൾ തെറ്റിപ്പോകരുത്. ഓക്കെ, ഇപ്പോൾ ഒരു സി പ്രോഗ്രാമിങ്ങിൻ്റെ സ്ട്രക്ചറാണ്. അതിനകത്ത് എന്തൊക്കെയാണുള്ളത്? ഇൻക്ലൂഡ് ഫയൽസ്, അതായത് #include stdio. നമ്മളിപ്പോൾ സി പ്രോഗ്രാമിങ്ങിൽ stdio.h ആണ്. അതിന് പകരം നമുക്ക് ഇവിടെ എന്താ IOStream.h ആണ്. അതിനുശേഷം ഒരു ക്ലാസ് ഡിക്ലറേഷൻ നോക്കൂ. ക്ലാസ് പേഴ്സൺ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് അല്ലെ. പേഴ്സൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റും ഈ നെയിം ഏജ് എന്ന് പറയുന്നത് ഇതിലെ ആട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന ഫംഗ്ഷൻസ് എന്താണ്? പബ്ലിക് ഫംഗ്ഷൻസ് ആണ്. ഗെറ്റ് ഡാറ്റ ഫംഗ്ഷനും ഡിസ്പ്ലേ ഫംഗ്ഷനും. ഓക്കെ, ഗെറ്റ് ഡാറ്റയിലേക്ക് അകത്ത് നമുക്ക് ഈ നെയിമും ഏജും എന്തൊക്കെയാണെന്നുള്ളത് ഡേറ്റ കളക്ടിങ് ആണ്. ഡിസ്പ്ലേ അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരക്ടർ നമ്മൾ ആദ്യം 30 സ്പേസ് ഇനിഷ്യലൈസ് ചെയ്ത് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം void get data #include IOStream.h class person char name 30 int age. ഇനി അത് പബ്ലിക് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. void get data void display void. ഇനി നമുക്ക് നമ്മുടെ ഗെറ്റ് ഡാറ്റ അതുപോലെ തന്നെ ഡിസ്പ്ലേ, ഇത് രണ്ടും നമുക്ക് എന്താ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കൊടുക്കണം. ഓക്കെ, void person. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ void personൽ ഗെറ്റ് ഡാറ്റ. അപ്പോൾ ഇവിടെ സ്കോപ്പ് റെസല്യൂഷൻ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഗെറ്റ് ഡാറ്റയിൽ എന്തൊക്കെയാണ് വരിക? നെയിമും അതുപോലെ തന്നെ ഏജുമാണ് അല്ലേ. അപ്പോൾ cout enter name Cin name, cout enter age Cin age. അപ്പോൾ പേഴ്സൻ്റെ ഗെറ്റ് ഡാറ്റ നമ്മൾ ക്ലോസ് ചെയ്തു. എത്ര പേരുണ്ടെങ്കിലും അത്രയും പേരുടെ പേരും ഏജുമാണ് നമ്മൾ കളക്ട് ചെയ്യണത്. ഓക്കെ, അതിനുശേഷം അത് ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് cout നെയിം നമ്മളവിടെ കളക്ട് ചെയ്തിട്ടുള്ള ആ നെയിമാണ് അവിടെ കൊടുക്കേണ്ടത്. അടുത്തത് cout ഏജ്, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഏജ് ആണ് ഇത്. ഈ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, ഇപ്പോൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലുള്ളത് നമുക്കിവിടെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം എന്ന് വരും, എന്നിട്ടൊരു കോളനും വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെയിമിൽ എന്താണോ ഇവിടെ ഗെറ്റ് ഡേറ്റയിൽ നമ്മൾ എന്ത് നെയിമാണോ കൊടുത്തത് ആ നെയിം ആയിരിക്കും അവിടെ കാണിക്കുക. അതുപോലെ ഗെറ്റ് ഡേറ്റയുടെ അകത്ത് നമ്മൾ എന്ത് ഏജ് ആണോ കൊടുത്തത് ആ ഏജ് ആയിരിക്കും ഈ ഡിസ്പ്ലേയുടെ ഈ ഭാഗത്ത് കാണിക്കുക. ഓക്കെ, ഇനി അതിനുശേഷം നമ്മുടെ മെയിൻ ഫംഗ്ഷൻ, നമ്മുടെ 2 ഫംഗ്ഷനും നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഗെറ്റ് ഡാറ്റ ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേ ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഫംഗ്ഷനകത്ത് ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റ്, നമ്മളെ ക്ലാസ് പേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ അത് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ആണ് അല്ലേ. അപ്പോൾ അതൊരു ഡാറ്റ ടൈപ്പ് ആണ്. അപ്പോൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പേഴ്സൺ പി എന്ന് പറയുന്നൊരു വാല്യൂ വെച്ചിട്ട് നമ്മളത് ആക്സസ് ചെയ്യുന്നത് പി ഡോട്ട്, നമ്മളൊരു പേഴ്സൺ ഒബ്ജക്റ്റ് ഡോട്ട് ആ പേഴ്സൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ അടുത്ത് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. പി ഡോട്ട് ഗെറ്റ് ഡാറ്റ, പി ഡോട്ട് ഡിസ്പ്ലേ, അതിനുശേഷം റിട്ടേൺ 0 കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ഫംഗ്ഷൻ
ക്ലോസ് ചെയ്യാം. ഓക്കെ, അടുത്തത് ടോക്കൺസ്. ദ സ്മോളസ്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഇൻ എ പ്രോഗ്രാം ആർ കോൾഡ് ടോക്കൺസ്. ഓക്കെ, അപ്പോൾ സി പ്രോഗ്രാം, അതായത് നമ്മുടെ പ്രോഗ്രാമിനകത്ത് എന്തൊക്കെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണോ ഏറ്റവും ചെറുതായിട്ടുള്ളത് അതിനെ നമുക്ക് ടോക്കൺസ് എന്ന് വിളിക്കാം. അപ്പം ടോക്കൺ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? കീവേഡ്, ഐഡന്റിഫയർ, കോൺസ്റ്റൻസ്, സ്ട്രിങ്സ്, ഓപ്പറേറ്റേഴ്സ്. ഒരു പ്രോഗ്രാമിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. കീവേഡുകൾ, ഐഡന്റിഫയേഴ്സ്, കോൺസ്റ്റൻസ്, സ്ട്രിങ്സ്, ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, കീവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം റിസർവ്ഡ് ഐഡന്റിഫയർ, അതായത് എക്സ്പ്ലിസിറ്റ്ലി റിസർവ്ഡ് ഐഡന്റിഫയർ ആണ്. ഓക്കെ, നമുക്ക് ആ കീവേഡുകൾ ഉപയോഗിച്ചിട്ട് അത് നമുക്ക് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള കീവേഡ്സ് ആണ്. ഓക്കെ, ആ കീവേഡ്സിന്റെ എന്താ പറയുക, ലെറ്റേഴ്സ്, ആൽഫബറ്റ്സ് ഒന്നും മാറാൻ പാടില്ല. അതുപോലെ തന്നെ അത് എങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പം അത് നമ്മുടെ വേരിയബിൾ നെയിം ആയിട്ട്, അതുകൊണ്ട് ഒരു കീവേഡും നമുക്ക് വേരിയബിൾ നെയിം ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കീവേഡ്സ് ആർ എക്സ്പ്ലിസിറ്റ്ലി റിസർവ്ഡ് ഐഡന്റിഫയേഴ്സ് ആൻഡ് can be used as names for program variables or other user defined program elements. ഓക്കെ, അങ്ങനെയപ്പോൾ മറ്റെന്തായിട്ടും ആ കീവേഡിന് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അതിന് ഐഡന്റിഫയർ. ഇനി അടുത്തത് ഐഡന്റിഫയർ. ഐഡന്റിഫയർ എന്ന് പറയുന്നത് നമുക്ക് വേരിയബിൾ നെയിംസ്, അതുപോലെ ഫംഗ്ഷൻ നെയിംസ്, ഓക്കെ, അറേ ക്ലാസ്, ഇതെല്ലാം നമുക്ക് ഐഡന്റിഫയേഴ്സ് ആയിട്ട് പറയാം. ഓക്കെ, ഒരു പ്രോഗ്രാമർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഐഡന്റിഫയേഴ്സ്. കീവേഡ്സ് എന്ന് പറയുന്നത് അതിൽ ഓൾറെഡി ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏത് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിലും അതിൽ ഐഡന്റിഫയേഴ്സ് എഴുതാൻ വേണ്ടി കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതായത് ഓൺലി ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ ആർ പെർമിറ്റഡ്. ഓക്കെ, അപ്പോൾ ആൽഫബറ്റിക് ലെറ്റേഴ്സ് നമുക്ക് പറ്റും, ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടർ ആയിട്ട് അണ്ടർസ്കോർ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ നെയിം കാൺ സ്റ്റാർട്ട് വിത്ത് എ ഡിജിറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പേര് ഒരിക്കലും ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യില്ല. ഓക്കെ, അതുപോലെ തന്നെ അവിടെ അപ്പർ കേസും ലോവർ കേസും ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ ഇങ്ങനെ എൽ എന്ന് ഇങ്ങനെ എഴുതിയാലും സ്മോൾ ലെറ്റർ എൽ എഴുതിയാലും രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ എ ഡിക്ലെയർഡ് കീവേഡ് കാൻ ബി യൂസ്ഡ് ആസ് വേരിയബിൾ നെയിം. ഓക്കെ, നമ്മളൊരു കീവേഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിക്ലെയർഡ് കീവേഡിന് നമുക്ക് ഒരിക്കലും വേരിയബിൾ നെയിം ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അടുത്തത് ഡാറ്റ ടൈപ്സ് ആൻഡ് C++. ഓക്കെ, 3 തരത്തിലുള്ള ഡാറ്റ ടൈപ്സ് ആണുള്ളത്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. ഓക്കെ, അപ്പോൾ അതിൽ യൂസർ ഡിഫൈൻഡ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി നമ്മൾ കാണാറുള്ള ഇൻറ്റിജർ, ഫ്ലോട്ട്, ക്യാരക്ടർ, അതെല്ലാം ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് ആണ്. അതിൽ ഓൾറെഡി ഉള്ളത്, നമ്മൾ അതിലൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പം അതിൽ ഇൻറ്റഗ്രൽ ടൈപ്പിൽ ഇൻറ്റിജറും ക്യാരക്ടറും. ഇനി ഇതിൽ തന്നെ സൈൻഡ് ഇൻറ്റിജർ, അൺസൈൻഡ് ഇൻറ്റിജർ, സൈൻഡ് ക്യാർ, അൺസൈൻഡ് ക്യാർ, ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി പിന്നെ വോയിഡ്, ഇൻറ്റിജർ, ക്യാരക്ടർ, വോയിഡ് ഒരു ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ് ആണ്. അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ്. ഫ്ലോട്ടിംഗ് പോയിന്റിൽ വരുന്നത് ഏതൊക്കെയാ? ഫ്ലോട്ടും ഡബിളും. ഓക്കെ, ഫ്ലോട്ട് ആൻഡ് ഡബിൾ. ഇതിലും സൈൻഡ് ആൻഡ് അൺസൈൻഡ് ഒക്കെ വരും. ഓക്കെ, ഇനി ഈ ഡാറ്റ ടൈപ്സും അതിൻ്റെ ബൈറ്റ് ആൻഡ് റേഞ്ച്. ഓക്കെ, ബൈറ്റ്സ് ആൻഡ് റേഞ്ചസ് ആണ് തന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുറച്ച് നോക്കി വെക്കുക. ഓക്കെ, അതായത് ക്യാരക്ടറിൻ്റെ നോർമൽ സൈസ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ ഇൻറ്റിജറിൻ്റെ നോർമൽ സൈസ് എത്രയാണ് വരുന്നത്, ഫ്ലോട്ടിൻ്റെ, ഡബിളിൻ്റെ, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ വോയിഡ് മെയിൻ എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ആ വോയിഡ് എന്ന് പറയുന്ന ആ ടൈപ്പ് അത് എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഓക്കെ, അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്പെസിഫൈ ദ റിട്ടേൺ ടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ വെൻ ഇറ്റ് ഈസ് നോട്ട് റിട്ടേണിങ് ഇൻ വാല്യൂ. ഓക്കെ, അപ്പോൾ മെയിൻ ഫംഗ്ഷൻ ഒരു വാല്യൂയും റിട്ടേൺ ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വോയിഡ് മെയിൻ കൊടുക്കുന്നത്. ഓക്കെ, to indicate an empty argument list to a function. ഒരു ഫംഗ്ഷന്റെ empty argument ലിസ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ മിക്കവാറും ഒരു ആർഗ്യുമെന്റ്സും കൊടുക്കാറില്ല അല്ലേ. അപ്പോൾ നമ്മൾ വോയിഡ് മെയിൻ ഡിക്ലെയർ ചെയ്യുന്നത് ആ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ല എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ അത് വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളത് കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സിനകത്ത് നമ്മൾ പറഞ്ഞു സ്ട്രക്ചേഴ്സ്, ക്ലാസ്സസ് എല്ലാം യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ആണ്. ഓക്കെ, അപ്പം യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സിന് എക്സാമ്പിൾ ആണ് സ്ട്രക്ട് ആൻഡ് യൂണിയൻ. ഓക്കെ,
അപ്പം C++ also permits us to define another defined user-defined data type known as class, which can be used just like other basic data type to declare a variable. നമ്മുടെ മറ്റ് ഡേറ്റ ടൈപ്സ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള മറ്റു ഡേറ്റ ടൈപ്സ് പോലെ നമുക്കൊരു ക്ലാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഡാറ്റ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. സ്ട്രക്ചർ യൂണിയൻ ക്ലാസ്. ക്ലാസ്സിലുള്ള വേരിയബിൾസിനെ നമുക്ക് ഒബ്ജക്ട്സ് എന്ന് വിളിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എംപ്ലോയി. ഇപ്പോൾ ക്ലാസ് എംപ്ലോയി എന്ന് നമ്മളൊരു പേര് എഴുതുകയാണെങ്കിൽ എംപ്ലോയി ആണ് ഒബ്ജക്റ്റ്. ക്ലാസ് വേരിയബിൾസിനെ നമുക്ക് ഒബ്ജക്ട്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി enumerated data type. Enumerated data type is another user-defined data types which provides a way for attaching names to number. These by increasing comprehensibility of the code. Okay, enumerated data type യൂസ് ചെയ്തിട്ട് നമുക്ക് നെയിംസിനെ നമ്പേഴ്സിനെ എല്ലാം കൂടി അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് കോംപ്രഹെൻസിബിലിറ്റി, കോഡിന്റെ കോംപ്രഹെൻസിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് enum. ഓക്കെ, enum കീവേഡ് ആണ്. ഇറ്റ് ഓട്ടോമാറ്റിക്കലി enumerates a list of words by assigning them values. ഇപ്പോൾ നമുക്ക് a equal to 0, b equal to 1. അപ്പോൾ അങ്ങനെ നമുക്ക് വേർഡ്സിലേക്ക് വാല്യൂസ് അസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് enum കീവേഡ് വെച്ച് അസൈൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, ഒരു ഇൻറ്റിജർ വാല്യൂവിനെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ C++ൽ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ enum ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് ആണ് കേട്ടോ. ഷേപ്പിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്താ വന്നത്? സർക്കിൾ വന്നു, സ്ക്വയർ വന്നു, ട്രയാങ്കിൾ വന്നു. ഇനി നമ്മൾ അതിൽ കളേഴ്സ് enum കളർ റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ. നമുക്കത് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് സർക്കിളിന് റെഡ്, സ്ക്വയറിന് ബ്ലൂ, ട്രയാങ്കിളിന് ഗ്രീൻ, അങ്ങനെ ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ C++ൽ കളർ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ ആണ്. ഓക്കെ, വാലിഡ്. കളർ ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു 7 എന്ന് പറയുന്നത് ഒരു കോഡിനെ കളറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാണ്. അതായത് നമ്മൾ മുന്നേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അതുപോലെ 0, 1, 2, 3, 4, 5, 6, 7 എന്ന് പറയുന്നത് ബ്ലൂ ആണ് എന്നുള്ളത് ആണ് പറയുന്നത്. കളർ ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു 7 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു എറർ ആയിരിക്കും C++ൽ വരിക. ഓക്കെ, ഇപ്പോൾ കളർ ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു കളർ ഓഫ് 7 എന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ കളറിൽ 7ാമത്തെ കളർ ഏതാണോ അതാണ് ഇവിടെ വരിക. ഓക്കെ, ഇപ്പോൾ enum കളർ റെഡ്, ബ്ലൂ ഈക്വൽ ടു 4, ഗ്രീൻ ഈക്വൽ ടു 8, enum കളർ റെഡ് ഈക്വൽ ടു 5, ബ്ലൂ ഈക്വൽ ടു ബ്ലൂ, ഗ്രീൻ, ഇങ്ങനെയൊക്കെ ഡിക്ലെയർ ചെയ്യും. അടുത്തത് സിംബോളിക് കോൺസ്റ്റൻസ് ആണ്. സിംബോളിക് കോൺസ്റ്റൻസ് നമുക്ക് രണ്ട് തരത്തിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്നിൽ സിംബൽസ് ആണ്. അപ്പോൾ നമുക്ക് അതിന് കോൺസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിഫയർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് കോൺസ്റ്റ് ഇൻറ്റ് സൈസ് ഈക്വൽ ടു 10. അപ്പോൾ നമുക്ക് സൈസ് 10 സൈസ് ഉള്ള ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. ഓക്കെ, അതല്ലെങ്കിൽ രണ്ടാമത്തെ ഡിഫൈനിങ് എ സെറ്റ് ഓഫ് ഇൻറ്റിജർ കോൺസ്റ്റൻസ് യൂസിങ് enum കീവേഡ്സ്. നമ്മുടെ എന്യൂമറേറ്റർ കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു സെറ്റ് ഓഫ് ഇൻറ്റിജർ കോൺസ്റ്റൻസ് ഒരുമിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ രണ്ട് രീതിയിലൊന്ന് enum കീവേഡ് യൂസ് ചെയ്തിട്ട്, രണ്ടും കോൺസ്റ്റ് എന്ന് പറയുന്ന ക്വാളിഫയർ യൂസ് ചെയ്തിട്ടുമാണ്. ഓക്കെ, അങ്ങനെയാണ് സിംബോളിക് കോൺസ്റ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് റെഫറൻസ് വേരിയബിൾ. ഓക്കെ, റെഫറൻസ് വേരിയബിൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ C++ interfaces a new kind of variable known as reference variable. Reference variable provides an alias, okay, or alternative name for previously determined variable. നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു വേരിയബിളിന് നമുക്ക് മറ്റൊരു എന്താ പറയുക ഒരു ഓൾട്ടർനേറ്റീവ് നെയിം, ഓക്കെ, അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് റെഫറൻസ് വേരിയബിൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ, if we make the variable sum a reference to the variable total, then sum and total can be used interchangeably to represent that variable. ഓക്കെ, അപ്പോൾ നമുക്ക് സം ഒരു വേരിയബിൾ, സം എന്ന് പറഞ്ഞാൽ കൂട്ടി എഴുതുക, ടോട്ടൽ ആണെങ്കിലും കൂട്ടി എഴുതുക അല്ലേ. അപ്പോൾ നമുക്ക് സം ആൻഡ് ടോട്ടൽ നമുക്ക് ഇന്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഏലിയാസ് എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റീവ് നെയിം പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു റെഫറൻസ് വേരിയബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ സിൻടാക്സ് ആണ് ഡാറ്റ ഓഫ് ടൈപ്പ് ആംപർസാൻഡ് റെഫറൻസ് അണ്ടർസ്കോർ നെയിം ഈക്വൽ ടു വേരിയബിൾ നെയിം. ഓക്കെ, ഇവിടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ട് ആണ്. ഓക്കെ, പിന്നെ ടോട്ടൽ എന്ന് പറയുന്നത് ടോട്ടൽ ഈക്വൽ ടു 1500 ആണ്. ഓക്കെ,
ഇനി നമുക്കതിന് ഡാറ്റ ടൈപ്പ് ആംപർസാൻഡ് സം ഈക്വൽ ടു ടോട്ടൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫ്ലോട്ട് ടോട്ടൽ ഈക്വൽ ടു 1500 ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഈ സിൻടാക്സിലേക്ക് മാറ്റും. അതിന് നമ്മൾ ഈ സിൻടാക്സിലേക്ക് മാറ്റുകയാണ്. ഡാറ്റ ടൈപ്പ് എന്താ? ഫ്ലോട്ട് ആണ്. ആംപർസാൻഡ് നമ്മൾ ടോട്ടലിനെ നമ്മൾ വേറൊരു വാല്യൂയിലേക്ക് റെഫർ ചെയ്യാണ് അല്ലേ. അതിന് വേണ്ടിയിട്ട് ആംപർസാൻഡ് സം കൊടുത്തു. സം ആണ് നമ്മൾ റെഫർ ചെയ്യുന്ന വേറെ വാല്യൂ. ആംപർസാൻഡ് സം ഈക്വൽ ടു നമ്മുടെ വേരിയബിൾ നെയിം ടോട്ടൽ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, here sum is the alternative name for the variable total. Okay, both the variables refers to same data object in the memory. രണ്ടും ഒരേ ഡാറ്റ ഒബ്ജക്റ്റിനെ തന്നെ ആയിരിക്കും റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് പാർട്ട് 1. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. See you on the next video. Bye.